നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ CPIഎമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന നേതാക്കളിൽ ഒരാളുമായ വിജയരാഘവനാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. നമസ്കാരം. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ ഒരാളെന്ന നിലയിൽ എന്താണ് LDFിൻ്റെ അനുഭവം? തുടർഭരണം ആവർത്തിക്കുവാൻ കഴിയുമോ? വളരെ എളുപ്പത്തിൽ UDF ജയിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് സ്ഥാപിക്കാനുള്ള പ്രചാരവേലകൾ നടന്നു. എന്നാൽ അതല്ല യാഥാർത്ഥ്യം എന്ന് ബോധ്യപ്പെടുത്തിയതാണ് ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് അനുഭവം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ച രാഷ്ട്രീയ കാഴ്ചപ്പാടിനും വികസന കാഴ്ചപ്പാടിനും കേരളത്തിൽ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ LDF മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ട, ഒരു പ്രചരണ അജണ്ട പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിൽ കാര്യങ്ങൾ ഉരുത്തിരിയുകയാണ്. ഇപ്പോൾ EMSൻ്റെ കാലം മുതലൊക്കെ എടുത്താൽ നമുക്ക് 87 മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. പക്ഷേ ഇത്തവണ ഈ CPIഎമ്മിനെതിരെ കോൺഗ്രസ് ഉന്നയിച്ചൊരു ആരോപണം, അതായത് CPIഎം BJP ഡീൽ, അതൊരു വലിയ ആരോപണമായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. അതെന്താണ്? അത് UDFിൻ്റെ ഒരു അജണ്ടയായിട്ടാണോ നിങ്ങൾ കരുതുന്നത്, അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? പ്രത്യേകിച്ചും സാമുദായികമായിട്ടുള്ള ധ്രുവീകരണമോ അത്തരത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? അല്ല, സാമുദായിക ധ്രുവീകരണത്തിലൂടെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത്. അതുതന്നെയാണ് അവർ പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത്. കുറച്ച് പണം കൂടി അതിൻ്റെ കൂടുതൽ കൂട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന ഒരു സമീപനം തുടർച്ചയായി പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ ഇതിൻ്റെ പിന്നിലും വളരെ കൃത്യമായ അജണ്ടയാണ്. നമ്മൾ കാണേണ്ടത് ഇന്ത്യയിൽ സാമുദായിക ധ്രുവീകരണവും അതിൻ്റെ ഭാഗമായുള്ള വിദ്വേഷ പ്രചരണവും വലിയ ആപത്തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ UDFിൻ്റെ ഈ പ്രചാരവേലയിലെ ആപത്ത് നമ്മൾ മനസ്സിലാക്കണം. UDF എങ്ങാനും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളത്തെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഡീൽ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഡീൽ ആരോപണം അവർ ഉയർത്തുമ്പോഴും ചില മണ്ഡലങ്ങളിലെങ്കിലും ആ പൊതുസമൂഹത്തിന് സംശയം തോന്നുന്ന ചില സ്ഥാനാർത്ഥിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് റാന്നി, അവിടെ 2020 ഒരു സ്ഥാനാർത്ഥി എത്ര ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ആക്ഷേപമുണ്ട്. തൃപ്പൂണിത്തുറ BJP A ക്ലാസ് മണ്ഡലമായി കരുതപ്പെടുന്ന മണ്ഡലമാണ്, അവിടെയും 2020 സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പാലക്കാട് CPIഎം തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്ന NMR റസാഖ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളല്ല, അത്തരത്തിൽ ശോഭാ സുരേന്ദ്രന് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരാളല്ല എന്ന ആക്ഷേപം അവരുണ്ടെങ്കിൽ, അപ്പോൾ ഇത്തരത്തിൽ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ആരോപണം വരുമ്പോൾ അതിനെ കേവല ആരോപണമായി മാത്രം നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ആരോപണം കേവല ആരോപണം തന്നെ ആയിരിക്കുമല്ലോ. വസ്തുതകളുടെ പിൻബലമുള്ള ആരോപണം ഉന്നയിക്കണം. 2020 ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു നമുക്കറിയില്ല. 2020 ഞങ്ങളുടെ ഒരു നിലപാട് വളരെ വ്യക്തമായ നിലപാടാണ്. അവരാവട്ടെ CPM വിരുദ്ധരാണല്ല. ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ പൊതുഘടനയെക്കുറിച്ചുള്ള അറിവുള്ള ഒരാളും ഇത് വിശ്വസിക്കില്ല. കാരണം BJPക്ക് പാലക്കാട്ട് വോട്ടുണ്ടെങ്കിലും അത് പാലക്കാട് നഗരസഭാ പരിധിക്കകത്താണ്. അതിന് പുറത്ത് 3 പഞ്ചായത്തുണ്ട്. ആ 3 പഞ്ചായത്തിലും മൂന്നാമത്തെ പാർട്ടിയാണ് BJP. എന്തുകൊണ്ടാണ് BJP തോൽക്കുന്നത്? BJP തോൽക്കുന്നത് മുഴുവൻ അവർ മുനിസിപ്പാലിറ്റിക്ക് അകത്തുണ്ടാക്കുന്ന മികവിനെ മുനിസിപ്പാലിറ്റിയുടെ പുറത്ത് കിടന്ന 3 പഞ്ചായത്ത് കയറി അതിനെ മുറിച്ചെടുക്കാൻ കഴിയും. കണ്ണാടിയിലും പെരാരിയിലും മാത്തൂരും അതവിടെ കിടക്കണ്ടേ? അപ്പോൾ ഇവിടുത്തെ 1ാം സ്ഥാനം അവിടുത്തെ 3ാം സ്ഥാനം ആവുന്നതോടുകൂടിയാണ് ഈ കോൺഗ്രസ് ജയിക്കുന്നത്. കോൺഗ്രസ് ഇവിടെയൊക്കെ 2ാം സ്ഥാനക്കാരാണ്. 3 സ്ഥലത്ത് 2ാം സ്ഥാനമാണ് കോൺഗ്രസ്സിന്. ഒരു സ്ഥലത്ത് മാത്രമേ അവർക്ക് 1ാം സ്ഥാനമുള്ളൂ, പിരായിരിയിൽ മാത്രം. CPMൻ്റെ സ്ഥാനാർത്ഥിത്വം പിന്നെ ആരായാലും ഞങ്ങളുടെ വോട്ട് കിട്ടും. കോൺഗ്രസ്സിലിപ്പോൾ ഒരു പ്രവർത്തകനെ അവർക്ക് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. കാരണം ആ മാങ്കൂട്ടത്തിലുണ്ടാക്കിയ വിഷമ സ്ഥിതിൻ്റെ അവർക്ക്. അപ്പോൾ ആ സ്ഥിതിയെ മുറിച്ചെടുക്കണല്ലേ വേവലാതിയിൽ അവരെടുക്കണം.
അപ്പോൾ മാങ്കൂട്ടം മാത്രമല്ല, ഒരു മാങ്കൂട്ടത്തിൻ്റെ ശിഷ്യനും ഈടെ പിടിക്കപ്പെട്ടു അവിടെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ. കൗൺസിലർ. അപ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ ഇവരെയൊക്കെ മുന്നിൽ വെച്ചിട്ട് കോൺഗ്രസിന് പോകാൻ കഴിയാതെ വന്നപ്പോൾ ഒരു സിനിമയിലൊക്കെ ഉള്ള ഒരാളെ അവിടെ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇടതുപക്ഷം അവിടെ നിർത്തിയ സ്ഥാനാർത്ഥി സെക്കുലർ മനോഭാവമുള്ള ഒരാളാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. അദ്ദേഹം സെക്കുലറാണ്. അദ്ദേഹം സാമൂഹ്യ നന്മകളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തി എന്നുള്ളത് ഒരു കുറ്റമായിട്ട് കാണരുത്. ഈ ആദ്യ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിൽ പറഞ്ഞ പോലെ ഈ സാമുദായിക ധ്രുവീകരണം എപ്പോഴും UDF പ്രയോഗിക്കുന്നത്. പക്ഷേ ഈ പാലക്കാട്ടെ പ്രത്യേക സാഹചര്യം എടുത്താൽ അവിടെ NMR റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഒരു തരത്തിൽ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് എന്നുമുള്ള ആരോപണങ്ങളുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷത്തിന് ഒരു കാര്യത്തിനും സാമുദായികമായ ബലാബലം മാത്രം നോക്കിക്കൊണ്ടല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മുസ്തഫ സ്ഥാനാർത്ഥിയാവും ആവില്ലല്ലോ. ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം അത് നോക്കിയിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതായിരിക്കും കൂടുതൽ വിജയസാധ്യത അത് നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥിത്വം. അതിനെ പാലക്കാട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഈ അങ്ങയുടെ ജില്ലയായ മലപ്പുറത്ത് സവിശേഷമായൊരു പ്രശ്നം ഇപ്പോൾ അതും ഒരു ചർച്ചയായി. അതായത് SDPIയുടെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അത് SDPI CPM സഹകരണം എന്ന നിലയ്ക്ക് തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും അത്തരം ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മങ്കടയിലെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ ചെയ്ത SDPIയുടെ CH അഷ്റഫിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അത് LDFിൻ്റെ കുന്നത്ത് മുഹമ്മദിനെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ആക്ഷേപം. അപ്പോൾ SDPI CPM സഹകരണം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയാണ്. അതങ്ങനെ കണ്ടില്ല. എന്ന് വെച്ചാൽ ഒന്ന് ഈ കുന്നത്ത് മുഹമ്മദ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷ LDFിന് പിന്തുണ കൊടുത്തു അദ്ദേഹത്തിന്. അയാൾ LDF ഇവിടുന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയല്ല. LDF തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയല്ല കുന്നത്ത് മുഹമ്മദ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. അദ്ദേഹം മുസ്ലിം ലീഗ് വിട്ട് സ്വതന്ത്രനായിട്ട് സ്ഥാനാർത്ഥി. അപ്പോൾ ഒരു പൊതു സ്വതന്ത്രനാണ് അദ്ദേഹം. CPM ആ സ്വതന്ത്രന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ആ സ്വതന്ത്രനെ SDPI പിന്തുണ കൊടുത്തിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ. ഇല്ലാന്നാണ് ഞാൻ അവർ പ്രഖ്യാപിച്ചു. അവർ സ്ഥാനാർത്ഥി പിൻവലിച്ചിട്ടുള്ളൂ. അല്ലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണ അവർ പ്രഖ്യാപിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ പിന്നെ ഈ ചോദ്യം ലേശം അപ്രസക്ത പോകുന്നുണ്ട്. അല്പം ദൂരം മാറി വേങ്ങരയിലേക്ക് വരുമ്പോൾ വേങ്ങരയിലെ സബാഹ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥി CPM സ്വതന്ത്രനായ സ്ഥാനാർത്ഥി മുൻ SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെയും കഴിഞ്ഞ തവണ അവിടെ SDPIയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാണ്. അല്ല, അദ്ദേഹം ആദ്യം ലീഗായിരുന്നു. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ചു. സബാഹ് സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. ഞങ്ങൾ അന്ന് സബാഹിന് പിന്തുണ കൊടുത്തിട്ടില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളത് വേണ്ടെന്ന് വെച്ചു. കാരണം സബാഹിനെ പിന്തുണയ്ക്കേണ്ട. നമ്മളൊരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ്. ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണ കൊടുക്കാൻ പൊതുവെ ഞങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. വേങ്ങരയിലെ പൊതുകാര്യ പ്രസക്തനായ ഒരാളാണ്. സബാഹ് സ്ക്വയർ ഉണ്ട് വേങ്ങരയിൽ. പോയിട്ടുണ്ടോ വേങ്ങരയിൽ? വേങ്ങര പോയിട്ടുണ്ട്. സബാഹ് സ്ക്വയർ എനിക്കറിയില്ല. അറിയില്ലേ? വേങ്ങര പോയിട്ടുണ്ട്. അതെ, സബാഹ് സ്ക്വയറിൽ നിങ്ങൾ പോകും ഒരു ദിവസം. അദ്ദേഹം കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും അപ്പോൾ വേങ്ങരയിലെ സൗകര്യങ്ങളെക്കുറിച്ചുള്ള അപര്യാപ്തത അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ വേങ്ങര ടൗണിൻ്റെ നടുക്ക് വലിയൊരു പ്രദേശം വിലയ്ക്ക് വാങ്ങി അവിടെ ഒരു സബാഹ് സ്ക്വയർ ഉണ്ടാക്കി. വേങ്ങരയിലും പരിസര പഞ്ചായത്തുകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അവിടെ രാവിലെ വരികയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള എല്ലാ സൗകര്യം, ജിമ്മോ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ളൊരു സബാഹ് സ്ക്വയറുണ്ട്. സബാഹ് ഒരു സാമൂഹ്യ സ്വാധീനമുള്ള ആളാണ് അതിൻ്റെ അർത്ഥം. അങ്ങനത്തെ ഒരാളെ പിന്തുണയ്ക്കാണ് LDF ചെയ്തത്. നമ്മൾ ഇവിടുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ SDPIയുടെ ബന്ധത്തിൻ്റെ കാര്യം വന്നാൽ ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലം അവിടെ SDPIക്ക് കേഡർ വോട്ടുകളുള്ള സ്ഥലമാണ്. അവിടെ സ്ഥാനാർത്ഥിയില്ല. തൊട്ടടുത്ത ആലപ്പുഴ മണ്ഡലം അവിടെയും സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെ അവർ കേവലം 45 സീറ്റുകൾ മാത്രമേ മത്സരിക്കൂ, 95 സീറ്റുകൾ മത്സരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സമീപനം വരുമ്പോൾ അത് സഹായകരമായൊരു സമീപനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് അതൊരു വരുന്ന സ്വാഭാവികമായിട്ട് വരുന്നതല്ലേ? അത് നിങ്ങൾ പ്രയാസപ്പെട്ട് ദുർവ്യാഖ്യാനം നടത്താൻ ശ്രമിക്കുകയാണ്. ഞാനതിനെങ്ങനെയാണ് മറുപടി അറിയാം. അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ളത് അവരുടെ കാര്യമാണ്, നമ്മുടെ കാര്യമല്ല. അവർ ആലോചിച്ച് അവർക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ടാവും. അവരാണല്ലോ അവരുടെ രാഷ്ട്രീയ നിലപാട്. എനിക്ക് SDPIയുടെ രാഷ്ട്രീയ നിലപാട് പറയാനും എനിക്ക് പറ്റില്ല. SDPI ഒരു സംഘടന എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ മുൻഗണനകളും അവരുടെ നിലപാടുകളുമാണ്. അല്ല, ഇപ്പോൾ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നിലപാട് പ്രഖ്യാപിച്ചാൽ SDPI മണ്ഡലങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ LDFിൻ്റെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ ആ പിന്തുണ SDPI വോട്ടുകൾ സ്വീകരിക്കുമോ? അങ്ങനെ സമീപനം എടുക്കുമോ? ഇത് നമ്മൾ
ഈ ഹൈപ്പോത്തറ്റിക്കൽ അവരങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കില്ല. അവരങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചാൽ അതിനോട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാതെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് സ്വീകരിക്കില്ല, അങ്ങനെയല്ല. അത് അല്ല, RSS വോട്ടുകൾ വേണ്ടെന്ന് നിലപാടെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പാർട്ടി എടുത്തിട്ടുണ്ടല്ലോ, CPM. എന്താ സംശയം? RSS വോട്ട് വേണ്ടെന്നുള്ള നിലപാടെടുത്തൊരു ചരിത്ര സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൻ്റെ സവിശേഷതയിലാണ് ആ തീരുമാനം. കാരണം RSSഉം ഞങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷം ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നൊരു സന്ദർഭം. അവിടെ അത്തരം ഒരു നയസമീപനം സ്വീകരിക്കുക അത് അന്നത്തെ സാമൂഹ്യ സവിശേഷതയുടെ ഒരു തീരുമാനമാണ്. അത് നമ്മൾ അന്ന് സ്വീകരിച്ചു. പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും രാവിലെ എണീറ്റിട്ട് RSS വോട്ട് വേണ്ട, വേണ്ടാത്ത കുറേ വേണ്ടൊരു പട്ടികയൊന്നും രാഷ്ട്രീയത്തിലുണ്ടാവില്ല. അത് ഓരോ സന്ദർഭത്തിൻ്റെ പ്രത്യേകതകളിലാണ് നിലപാടുണ്ടാവുക. കോൺഗ്രസ് പൊതുവിൽ ഈ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPIയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ളൊരു വിമത പ്രശ്നങ്ങൾ ഉയർന്നു. കാരണം ചരിത്രത്തിലില്ലാത്ത വിധം CPIഎമ്മിൻ്റെ 4 പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസ് UDF ഇതിനോട് മത്സരിക്കുന്നു. CPIയുടെ 2 MLAമാരായിരുന്നവർ BJP സ്ഥാനാർത്ഥികളാണ്. CPIഎമ്മിൻ്റെ ഒരു MLA ദേവികുളത്തും മുൻ MLA മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു ഇടതുപക്ഷത്ത് തന്നെ പാർട്ടിക്കകത്ത് ഒരു വലിയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നേതൃത്വത്തെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്ത കുറേയധികം ആളുകൾ പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷം മുൻപെങ്കും ഉണ്ടായിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പാർട്ടിയിൽ ചില അവസരവാദികൾ ചിലപ്പോൾ രൂപപ്പെടാം. ഇപ്പോൾ സ്ഥാനങ്ങളിൽ അത്യാർത്ഥി, പിന്നെ അവസരവാദം, ഇത് രണ്ടുമുള്ള ചില ആളുകൾക്ക് അത് പാർട്ടിക്ക് അകത്ത് നടത്താൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അവർക്കിത് രണ്ടും നടത്താൻ പറ്റിയൊരു സ്ഥലമുണ്ട്, അത് UDF ആണ്. നിങ്ങളൊരു കാര്യം മറച്ചു വെച്ചു, ഇവരെല്ലാം UDF പിന്തുണയിലാണ് മത്സരിക്കുന്നത്. ഈ മത്സരിച്ച എല്ലാവർക്കും UDFന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വ്യക്തമാണ് ഇത്തരക്കാർക്ക് പറ്റിയ സ്ഥലം UDF ആണ്. മറച്ചു വെച്ചില്ല, ഞാൻ തുറന്ന് പറയുക UDF സന്തോഷം. ചിലർ BJPയിലേക്കും പോയി. അല്ല, ചിലർ പോയി കാണും. അവർ നമ്മുടെ പാർട്ടി ആ രാജേന്ദ്രനെ കുറിച്ചായിരിക്കും. രാജേന്ദ്രനെ നമ്മൾ നേരത്തെ ഒഴിവാക്കിയതാണ്. നമ്മളെ പാർട്ടിയിൽ നിന്ന് പോയ ആൾക്കാരെ കുറിച്ച് വളരെ കൃത്യമാണത്. അതിപ്പോൾ ഒരാൾ ദീർഘകാലം MLA മന്ത്രിയൊക്കെ അയാളാണ്, മറ്റൊരാളും അത്യാവശ്യം പദവിയിലൊക്കെ ഇരുന്ന MLA ആയിരുന്നു. ഈ അടുത്ത കാലം വരെ ഒരു കോർപ്പറേഷൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് ആ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് വേറൊരു വണ്ടി കയറി പോയാളാണ്. അത്രയും അവസരവാദിയാണ്. തളിപ്പറമ്പിലേക്ക് വരുമ്പോൾ അവിടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ CPIഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം മഹിളാ അസോസിയേഷൻ നേതാവായ PK ശ്യാമള മത്സരിക്കുന്നതിനെതിരെ ഒരു ചോദ്യം ഉയർത്തിയാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്ത് പോയി UDF എന്നതിനോട് മത്സരിക്കുന്നത്. പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞവണ അങ്ങ് ആക്ടിംഗ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അങ്ങയുടെ ഭാര്യയും CPIഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ R ബിന്ദു ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്നത്. അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, കാരണം അത്തരമൊരു അവസരം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ PK ശ്യാമള ഇപ്പോൾ മത്സരിക്കുമ്പോൾ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാജ്യത്തെ CPIഎമ്മിൻ്റെ ഏറ്റവും വലിയ ജില്ലാ ഘടകം, അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കാണേണ്ടത് ഈ വനിതകളായ നേതാക്കന്മാർ, അവരിൽ പലരും നല്ല നിലയിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്നവരാണ്. 2, നിശ്ചിത എണ്ണം വനിതകളെ നിർത്തണം ജില്ലയിൽ, നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ അവിടെ വനിതകളായ നേതാക്കന്മാർ മത്സരിക്കുകയാണ്. അവിടെ നേരത്തെ തന്നെ നമ്മുടെ പ്രധാന നേതാക്കളൊക്കെ ഇപ്പം തന്നെ മത്സരിച്ച് കഴിഞ്ഞു. അവിടുത്തെ നേതാവില്ലേ സീമ ടീച്ചർ, അവർ 20 തവണ മത്സരിച്ചിട്ടുണ്ട്. അവിടുത്തെ മുൻപുള്ള മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി അവർ, ആ സെക്രട്ടറി കാലത്ത് അവർ മത്സരിച്ചു അവിടെ. പിന്നീട് ശ്യാമൾ ടീച്ചർ, അല്ല മറ്റേ നമ്മുടെ ശൈല ടീച്ചർ, അവരുടെ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അവർ മത്സരിച്ചു. പിണറായി വിജയൻ മത്സരിച്ച സീറ്റിലാണ് അവർ മത്സരിച്ചത്, കൂത്തുപറമ്പിൽ. പിണറായി കൂത്തുപറമ്പിൽ നിന്ന് മാറി പയ്യന്നൂർ മത്സരിച്ചു. പിണറായിയുടെ സീറ്റിൽ അവർ മത്സരിച്ചു. ശ്യാമൾ ടീച്ചറാണ്. ശ്യാമള ടീച്ചർ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് മഹിളാ അസോസിയേഷൻ്റെ നിലവിലുള്ള ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ, അവരുടെ മികച്ചൊരു പ്രവർത്തനം നടത്തുന്ന വനിതാ നേതാവ് എന്നുള്ള നിലയിലും അവരുടെ അവർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. പിന്നെ അവർ ഗോവിന്ദമാഷ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ SFയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഗോവിന്ദമാഷ ഭാര്യ അതിൻ്റെ ശേഷമല്ല, അവർ SFയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുകയാണ്. അവർ പ്രവർത്തിച്ചാണ്, വിദ്യാർത്ഥി നേതാവായിരുന്നു. അതിന് ശേഷം അവർ ഗോവിന്ദമാഷയെ കല്യാണം കഴിച്ചു എന്നല്ലാതെ ഈ അവരുടെ രാഷ്ട്രീയ നിലപാടും ഗോവിന്ദമാഷ രാഷ്ട്രീയ സ്ഥാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സ്ഥാനാർത്ഥി മോഹിക്കുകയും അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല.
ഈ തൊട്ടപ്പുറത്തെ മണ്ഡലം പയ്യന്നൂർ എടുത്താൽ തന്നെ അവിടെ രക്തസാക്ഷി ഫണ്ട് ആരോപണം ഉയർത്തിയ ആളാണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ അത് പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു ജില്ലാ സെക്രട്ടറി അംഗം, ഒരു ജില്ലാ കമ്മിറ്റി അംഗം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് പാർട്ടിക്ക് ഒട്ടും ഗുണകരമായ കാര്യമാണ്. കാരണം അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്കിടയാക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുന്ന ഒരു ഘടകമല്ലേ അത്? ആരോപണമല്ലേ, വസ്തുതയില്ല. അദ്ദേഹത്തിൻ്റെ അത് വസ്തുതയാണ് അദ്ദേഹം പറയുന്നത്. ആര് പറയുന്നത്? കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കണക്കുകളെ പാർട്ടി ഖണ്ഡിച്ചിട്ടുമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തു പോയ ഒരാളല്ലേ. പാർട്ടിക്ക് പുറത്തു പോയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തെ വാക്കുകൾക്ക് മൂല്യമില്ല. മനസ്സിലായില്ലേ? പഴയ 2000 ഉറുപ്പ്യ ഇപ്പോൾ ചിലവാകുമോ മാർക്കറ്റിൽ? എന്തായാലും അതിന് മൂല്യമില്ല. അപ്പോൾ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള തലയുള്ള ജോർജ് രാജാവിൻ്റെ തലയുള്ള നാണയം ഇപ്പോൾ ചിലവാകും? ഇല്ല. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണങ്ങളെ ആ നിലയിൽ കണ്ടാൽ മതി. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം താൻ പുറത്തു പോയിട്ട് UDF ചേർന്നു, UDFൻ്റെ ആളായി. അതിനെ ന്യായീകരിക്കാൻ അദ്ദേഹം പല കാര്യവും പറയും. ഈ അങ്ങ് ആലപ്പുഴയിൽ നടത്തിയ പ്രസംഗത്തിന് മറുപടിയായി ജി സുധാകരൻ ചില പ്രതികരണങ്ങൾ നടത്തി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നേരെ വായിച്ചതുകൊണ്ടാണ് വിജയരാഘവൻ ഇങ്ങനെയായത്. അദ്ദേഹം വന്ന് പ്രസംഗിച്ചാൽ 5000 വോട്ട് കൂടുമെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം? അതൊന്നും ഇപ്പോൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് കണ്ട. സുധാകരനും അതിൽ രാഷ്ട്രീയമില്ല, മറുപടിയിൽ രാഷ്ട്രീയമില്ല. എന്തായാലും സുധാകരൻ ഞാൻ പാർട്ടിയിൽ നിന്ന് പോവുകയാണ് എന്ന് പറയാൻ വേണ്ടി എന്താ ചെയ്ത്? ആരെയാണ് കൂട്ടുപിടിച്ചത്? മാനിഫെസ്റ്റോ കൂട്ടുപിടിച്ചു. മാനിഫെസ്റ്റോ പാർട്ടിയിൽ ചേരാൻ വേണ്ടിയാണ്. അത് അന്നത്തെ കാലത്ത് മാനിഫെസ്റ്റോ രൂപപ്പെട്ട ഒരു സാമൂഹ്യ കാലമുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങളുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നിട്ടത് വായിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരല്ല. അതെ, സുധാകരൻ പറയുന്ന ഓരോ വായനയിലും പുതിയ ഇത് കാഴ്ചപ്പാട് നൽകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ വായന നടത്തുമ്പോൾ തൊഴിലാളി വർഗത്തെ തള്ളി പറയാനില്ല. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഹ്വാനമാണ് ആ വായനയിലുള്ളത്. പക്ഷേ സുധാകരൻ എന്താ ചെയ്തത്? തൊഴിലാളി വർഗത്തെ തള്ളിപ്പറഞ്ഞ് ബൂർഷ്വാസിയുടെ കൂടാരത്തിലേക്ക് നടന്ന് കയറുമ്പോഴാണ് അദ്ദേഹം മാനിഫെസ്റ്റോനെ ഉദ്ധരിച്ചത്. അപ്പോൾ തെറ്റായ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ശരിയായ വായനയല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അത് പറയുന്നുണ്ട്. സത്യം കേൾക്കുമ്പോൾ സുധാകരനെ പോലുള്ള ആളുകൾക്ക് അതിനോട് അങ്ങനെ പ്രതികരിക്കാൻ കഴിയാതെ വരും. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളെ അങ്ങനെ കണ്ടാവും. സുധാകരൻ അപ്പോൾ അങ്ങേക്കെതിരെ മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി ചെറിയാനൊക്കെ ലക്ഷങ്ങളുടെ സമ്പാദ്യം എവിടെ നിന്നാണ്? അതുപോലെ പി കൃഷ്ണപിള്ള സ്മാരകവുമായി ബന്ധപ്പെട്ട തീവെപ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ പലവിധ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പാർട്ടി എങ്ങനെയാണ് ഗൗരവമായി കാണുന്നില്ല? അതോ നേരെ പഴയ 2000 നോട്ടിൻ്റെ കാര്യമാണോ? പിന്നെ ഈ പാർട്ടിക്കകത്തുള്ള സുധാകരൻ പാർട്ടിക്കകത്ത് ഇങ്ങനൊരു ആക്ഷേപം രേഖപ്പെടുത്തിയതായിട്ട് സുധാകരൻ തന്നെ പറഞ്ഞിട്ടില്ല. ആരാളൂ പാർട്ടിക്ക് കഴിഞ്ഞ ഈ അടുത്ത ദിവസമായി പോയത്? ദീർഘകാലം പാർട്ടിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇവരൊക്കെ പ്രവർത്തിച്ചു പോയത്. ആ കാലത്തൊന്നും അദ്ദേഹം ഇങ്ങനെയൊന്നും ആക്ഷേപം ഉന്നയിച്ച് പാർട്ടിയോട് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പരാതി തന്നതായിട്ടും നമ്മുടെ അറിവിലില്ല. ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളിൽ പൊതുവായി വരുന്നത് പാർട്ടിയുടെ പോക്ക് എന്തോ അത്ര നല്ലതല്ല. അതായത് മറ്റു ചില പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞ ഒരു വിഭാഗം കടന്നുകൂടുന്നു. അപ്പോൾ ഒരു തരത്തിൽ ഈ തുടർഭരണത്തിൻ്റെ ചില ദൂഷ്യങ്ങളായിട്ട് പാർട്ടി നേരത്തെ നിരീക്ഷിച്ച വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണോ, അതോ ഈ വ്യക്തിപരമായി ഇവർക്ക് ഉള്ള അനിഷ്ടം കൊണ്ട് അവർ ഉന്നയിക്കുന്നതാണ്? പകരം പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നത് അദ്ദേഹം വ്യാപകമായി അദ്ദേഹത്തെ പോലെ ആളുകൾ ഉപയോഗിക്കുകയാണ്. ഈ പദാവലികൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പദം, അത് ഒരു വാക്ക് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നൊരു വാക്ക് മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത ഒരാൾ എന്നുള്ള എനിക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കണമെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു തരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളും പാർട്ടിയിലില്ല. അത് വളരെ കൃത്യമാണ്. അങ്ങനെ ഒരു സ്വഭാവം പാർട്ടിയിൽ ഒരാൾ പ്രകടിപ്പിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത് വ്യവസ്ഥാപിതമല്ലാത്തൊരുന്നിനെയും CPM അംഗീകരിക്കില്ല. അപ്പോൾ സുധാകരൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ സുധാകരനെ വിമർശിക്കും. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ നമ്മളവരെ വിമർശിക്കും. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരെ തീക്ഷ്ണമായി വിമർശിക്കും. സുധാകരൻ ആ ഗൗരിയമ്മയെ എത്ര തീക്ഷ്ണമായിട്ടാണ് വിമർശിച്ചിരുന്നത്? അതിൻ്റെ പ്രായച്ചിത്തമാണത്. അല്ല, സുധാകരൻ ഗൗരിയമ്മ പുറത്തു പോയപ്പോൾ സുധാകരൻ ശക്തമായിട്ടല്ലേ അതിനെ വിമർശിച്ച്? അത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ നിരാകരിച്ചുകൊണ്ട് വർഗശത്രുക്കളുടെ പാളയത്തിൽ ചെന്ന് നമ്മുടെ പാർട്ടിയെ കടന്നാക്രമിക്കുമ്പോൾ അത്തരമൊരു വ്യക്തിയെ നമ്മൾ തീർച്ചയായിട്ടും തീക്ഷ്ണമായി വിമർശിക്കും. ആ വിമർശനമാണ് ഇപ്പോൾ സുധാകരനെതിരായിട്ട് നമ്മുടെ നേതാക്കൾ നടത്തിയത്. പാർട്ടി നിലപാട് ശക്തിയോടെ പറയുകയാണ് പാർട്ടി ചെയ്യുന്നത്. സുധാകരൻ എന്ന വ്യക്തിയെ അധിക്ഷേപിക്കില്ല. പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയാണ് പാർട്ടി ചെയ്യുന്നത്.
ഈ LDFിൻ്റെ തിരഞ്ഞെടുപ്പ് മെറ്റീരിയൽ നമ്മൾ റോഡിൽ പോകുമ്പോൾ കാണുന്ന ഫ്ലെക്സിലുമൊക്കെ ഒറ്റ ഒരാളുടെ പടമേ ഉള്ളൂ, അത് മുഖ്യമന്ത്രിയുടെയാണ്. ഈ വ്യക്തി കേന്ദ്രീകൃതമായൊരു പ്രചാരണം CPIMൻ്റെയോ LDFിൻ്റെയോ മുൻകാലങ്ങളിൽ ഇത്രയും തീവ്രമായി നമ്മൾ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച്? ഇതൊരു PR മോഡ്യൂളായി മാറിയതാണോ, അതൊരു പാർട്ടിയുടെ തന്നെ ഒരു ശൈലി മാറ്റമാണോ? എങ്ങനെ വേണോ അതിനെ കാണാൻ? അല്ല, കേരളത്തിലെ CPMൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് സഖാവ് പിണറായി വിജയൻ. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രം നമ്മൾ കേരളത്തിൽ പ്രചരണ ബോർഡുകളിൽ കാണിച്ചിട്ടുണ്ട്, വ്യാപകമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആ വ്യാപകമായി വെച്ച സഖാവ് പിണറായി വിജയൻ്റെ ചിത്രം പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതീകമാണ് അദ്ദേഹം. എല്ലാവരെയും കൂടി കൊണ്ടുപോയി വയ്ക്കാൻ പറ്റും. നമ്മളെ പാർട്ടിയിൽ അംഗമായി ചേർന്ന് 5,40,008 മെമ്പർമാരുണ്ട്. അവരെല്ലാവരും കൂടി ചിത്രം നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചു എന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ അർത്ഥവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പാർട്ടിയുടെ പ്രതീകമായി പിണറായി വിജയൻ മാറിയിരിക്കുന്നതാണ്. അങ്ങനെയാണോ അദ്ദേഹത്തെ നമ്മൾ അവതരിപ്പിക്കുന്നത്? അല്ല, അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയാകുമ്പോൾ, പോളിറ്റ് ബ്യൂറോ അംഗമാകുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ നിലപാടുകളാണ് വ്യക്തമാക്കുന്നത്. അല്ല, വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ കർശനമായ നടപടി സമീപകാലത്തും എടുത്ത പാർട്ടിയാണ് CPM. അപ്പോൾ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രീതി വരുന്നത്, അതാണ് ഇത്തരം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ആൾക്ക് ചർച്ചയാകുന്നതിനും കാരണം. എനിക്കറിയാവുന്ന പിണറായി വിജയൻ വ്യക്തിപൂജ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയം CPM കൂടുതലായി ഉന്നയിച്ച് കാണുന്നില്ലല്ലോ? അത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഉന്നയിക്കുന്നില്ല. അതിന് പ്രത്യേകിച്ച് കൂടുതൽ ഉന്നയിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ നിലപാടുണ്ടോ CPMൻ്റെ രാഷ്ട്രീയ നിലപാട് നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിന് അനുരോധമായി തയ്യാറാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് UDFൻ്റെ വർഗീയ അജണ്ടയുടെ വിപുലീകരണമാണ്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് CPMന് സഹകരണം, വെൽഫെയർ പാർട്ടിക്ക് മുമ്പും സഹകരണം ഉണ്ടായിരുന്നല്ലോ. ഒരിക്കലുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു തരം രാഷ്ട്രീയ ഐക്യവും വെൽഫെയർ പാർട്ടി പുതിയ ജമാഅത്തെ ഇസ്ലാമിയും CPMും തമ്മിലില്ല. മതന്യൂനപക്ഷങ്ങളുടെ സംഘടനകൾ സംഘപരിവാറിൻ്റെ ഈ അധികാരവാഴ്ചയുടെ കാലത്ത് അവരുടെ നിലപാടുകളൊക്കെ പറയും. അത് നമ്മൾ അവരുടെ നിലപാടായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴും LDFിൻ്റെ പ്രതീക്ഷകൾക്ക് നന്നായി നിൽക്കുകയാണോ, അതോ എന്താണ്? LDFിന് എത്ര സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? LDFിന് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കിട്ടാം. അതിന് യാതൊരു തടസ്സം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ 99ആണ്. അതെ, നമ്മുടെ MLAമാരൊക്കെ നല്ല സ്വീകാര്യതയിലല്ലേ നിൽക്കുന്നേ. നല്ല സ്വീകാര്യതയിലുള്ള ജനപ്രതിനിധികളാണ് LDF MLAമാർ കേരളത്തിൽ. അതിൽ നല്ലൊരു ശതമാനം ആളുകൾ മത്സരിക്കുന്നുണ്ട് ഇത്തവണ. 57. അതെ. അപ്പോൾ വലിയൊരു ശതമാനം ആളുകളിൽ മത്സരിക്കുന്നു നമ്മുടെ മുൻ MLAമാർ. പിന്നെ പുതിയ സ്ഥാനാർത്ഥികൾ, അത് ഞങ്ങൾ നോക്കി വെച്ചിട്ട് നല്ല മികച്ച സ്ഥാനാർത്ഥികളുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ദ്രോഹം ഈ LDF ഈ നാടിന് ചെയ്തതായിട്ട് ആർക്കും പറയാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ, ഇന്ത്യയുടെ പൊതുസ്ഥിതിയിൽ ഇവിടെ നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, ഇതൊക്കെ ഉണ്ടാക്കിയ തടസ്സങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വ്യക്തതയുള്ള രാഷ്ട്രീയ നിലപാട്, നല്ല നിലയിൽ ഉള്ള അധികാരത്തെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ടുള്ള ഫിനാൻസ് മാനേജ്മെൻറ്റ്, അതുവഴി എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള ജീവിത നിലവാര വളർച്ച, നാനാ മേഖലകളിൽ ഭാവിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും അതിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത ഭരണനിർവഹണ കാര്യങ്ങളും. ഇങ്ങനെ ഈ നിലയിൽ സാധാരണഗതിയിൽ വലിയ സ്വീകാര്യത കിട്ടേണ്ട ഒന്നാണ് LDF നിലപാടുകൾ. ഈ തെരഞ്ഞെടുപ്പിലും ആ സ്വീകാര്യത കിട്ടും. അതിനെ ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാക്കിയ എതിരാളികളുടെ അപകടം നിറഞ്ഞ അജണ്ടകൾ കേരളീയ സമൂഹം നിരാകരിക്കുന്നതേ. ഓക്കെ, അങ്ങയുടെ പ്രതീക്ഷകൾ സംഭവിക്കട്ടെ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.